ലോക ഹൃദയദിനം ആചരിച്ച് എറണാകുളം ലിസി ആശുപത്രി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവർ ഒന്നിച്ചപ്പോൾ മനോഹരമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. 24-ാമത്തെ വയസ്സിൽ ഇനിയും ജീവിക്കണമെന്നുള്ള പ്രതീക്ഷയുമായാണ് ശ്രുതി ലിസി ആശുപത്രിയിൽ എത്തുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ശ്രുതിക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ശ്രുതിക്ക് പുതുജീവൻ നൽകി. വേദനകളുടെ മനക്കരുത്തിന്റെയും ആ 12 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണു നിറയും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഹാർട്ട് മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. അവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു സഹായഹസ്തമായിട്ട് വരും. ഇനി ഗിരീഷിന്റെ കഥ പറയാം. ഹൃദയതാളം തെറ്റിയാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ അടുത്ത് ഗിരീഷ് എത്തിയത്. ഇന്നൊരു എഞ്ചിനീയറാണ് ഗിരീഷ്. 2 തവണ കഴിഞ്ഞാണ്. 2013 ജൂണിലായിരുന്നു ആദ്യത്തെ. കാർഡിയോളജിക്കലായിട്ട് ഒരു പ്രോബ്ലം ഇല്ല. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർ ലിസി ആശുപത്രിയിൽ ഒന്നിച്ചു. ഹൃദയ സംഗമത്തിൽ ഡോക്ടർ ജോസ് പെരിയപുറം അനുഭവങ്ങൾ പങ്കുവച്ചു. ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായവരെ കാണാൻ സംവിധായകൻ സത്യനന്ദിക്കാടും എത്തിയിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും പറയാനുണ്ട് അവരവരുടെ ഹൃദയത്തുടിപ്പുകളെ കുറിച്ചുള്ള കഥകൾ. ക്യാമറമാൻ വിനോദിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.